എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം അസോസിയേഷനായ റീഗ്സ് മെക്കാനിക്കയുടെ ഉദ്ഘാടനം സംഘടിപ്പിച്ചു. ചടങ്ങിൽ കൊച്ചി STICയും എംബിറ്റ്സും തമ്മിൽ ധാരണാപത്രം ഒപ്പുവെച്ചു. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഇൻസ്ട്രുമെന്റേഷൻ മേഖലയിലെ നിരവധി നേട്ടങ്ങൾക്ക് ധാരണപ്രകാരം അവസരങ്ങൾ ലഭിക്കും. നെല്ലിമറ്റം എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം അസോസിയേഷനായ റീഗസ് മെക്കാനിക്കയുടെ പ്രവർത്തന ഉദ്ഘാടനം സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് ജോർജ് അധ്യക്ഷത വഹിച്ചു. കൊച്ചിയിലെ സോഫിസ്റ്റിക്കേറ്റഡ് ടെസ്റ്റ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ സെന്റർ ഡയറക്ടറും ബ്രഹ്മോസ് എയറോസ്പേസിലെ മുൻ ഡെപ്യൂട്ടി ജനറൽ മാനേജറുമായ ഡോക്ടർ M. ഗോപാലകൃഷ്ണപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. Equally important is exposure to industry, industrial visits, internships, live projects, and interactions with the practicing engineers provide insights that cannot be gained from the textbooks alone. പോളിടെക്നിക് പ്രിൻസിപ്പൽ പ്രൊഫസർ പോൾസൺ പീറ്റർ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി പ്രൊഫസർ നിതീഷ് എൽദോ ബേബി, പ്രൊഫസർ അരുൺ നാരായണൻ, പ്രൊഫസർ ബേസിൽ മാത്യു എന്നിവർ ആശംസകൾ നേർന്നു. ചടങ്ങിൽ STICയും എംബിറ്റ്സും തമ്മിൽ ധാരണാപത്രവും ഒപ്പുവെച്ചു. കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലും കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയും സംയുക്തമായി സ്പോൺസർ ചെയ്യുന്ന സ്ഥാപനമാണ് STIC. ധാരണാപത്രത്തിന്റെ ഭാഗമായി എംബിറ്റ്സിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഇൻസ്ട്രുമെന്റേഷൻ മേഖലയിലെ ഗവേഷണം, വികസനം, പരിശീലനം, സേവനം എന്നിവയിൽ പ്രായോഗിക പരിശീലനവും അനുഭവവും നേടുന്നതിനുള്ള അവസരങ്ങൾ ലഭ്യമാകും. ബേസിൽ എൽദോസ് സ്വാഗതം ആശംസിച്ചു. വിദ്യാർത്ഥി ഇൻചാർജ് ആദി സന്തോഷ് നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് ഇന്ത്യയുടെ ബഹിരാകാശ പ്രതിരോധ സാങ്കേതിക വിദ്യകളിലെ മുന്നേറ്റങ്ങൾ, വിക്ഷേപണ വാഹനങ്ങളിൽ നിന്ന് തന്ത്രപ്രധാന പ്രതിരോധ സംവിധാനങ്ങളിലേക്ക് എന്ന വിഷയത്തിൽ പ്രഭാഷണവും നടത്തി. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.